ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് നാരദഭക്തി സൂത്രത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിലെ 43 മുതൽ 50 വരെയുള്ള സൂത്രങ്ങളൊന്ന് മനസ്സിലാക്കാം. 43-ാമത്തെ സൂത്രം ദുസ്സംഗ സർവഥൈവ ത്യാജ്യഃ. ദുഷ്ടസംസർഗം സർവപ്രകാരത്തിലും വർജിക്കേണ്ടതാകുന്നു. സത്സംഗത്തിൻ്റെ മഹത്വം, അതിൻ്റെ ദൗർലഭ്യം അതൊക്കെ തൊട്ട് മുമ്പൊക്കെ പറഞ്ഞു. സത്സംഗം സാധിച്ചില്ലെങ്കിലും നാം ദുസ്സംഗം എല്ലാ തരത്തിലും വർജിക്കേണ്ടതാകുന്നു. ദുഷ്ടജനങ്ങളുമായിട്ടും അതുപോലെ ദുഷിച്ച ആശയങ്ങളുമായിട്ടും ദുഷ്ടചിന്ത ജനിപ്പിക്കുന്ന വസ്തുക്കളുമായിട്ടും ദേശങ്ങളുമായിട്ടുമുള്ള സംഘമെല്ലാം തന്നെ ദുസ്സംഗമാണ്. സാധകൻ അവയെ വെടിയുക തന്നെ വേണം. നമുക്കറിയാം ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം ആപത്കരമാണെന്നുള്ളത്. രാമായണത്തിൽ പോലും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. സ്വർണം ചെന്ന് ചെളിയിൽ വീണാലും സ്വർണത്തിൽ തന്നെയാണ് ചെളി പറ്റിപ്പിടിക്കുക, അല്ലാണ്ട് തിരിച്ച് സംഭവിക്കുന്നില്ല. അപ്പോൾ അത്രമാത്രം ഒരു സജ്ജനത്തിന് ദുഷ്ടസംസർഗം കൊണ്ട് ആപത്തുണ്ടാകും. ഏതെങ്കിലും സമയത്ത് ആ സജ്ജനവും ദുഷിച്ച അവസ്ഥയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ദുഷിച്ച ആശയങ്ങളടങ്ങുന്ന ഗ്രന്ഥങ്ങളും. അത് വളരെയധികം ആപത്കരം തന്നെയാണ്. ആശയങ്ങളെന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളറിയാതെ തന്നെ നമ്മെ അവ ദുഷിപ്പിക്കും. അതുകൊണ്ട് പ്രതികൂലമായിട്ടുള്ള നമ്മുടെ സാധനകൾക്കും നമ്മുടെ വിശ്വാസത്തിനും ഭക്തിക്കും പ്രതികൂലമായിട്ടുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളെയും വർജിക്കേണ്ടതാണ്. മനസ്സിനെ ഈശ്വരനിൽ നിന്നും ഈശ്വര കാര്യങ്ങളിൽ നിന്നും ഒക്കെ പിന്തിരിപ്പിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്കും ഇന്ദ്രിയ വിഷയങ്ങളിലേക്കുമൊക്കെ എന്തൊക്കെയാണോ നയിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെയും ദോഷകരങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് ഉള്ളതാണ് കാമവും ക്രോധവും ലോഭവും ഒക്കെ. ഭഗവാൻ അവയെ നരകം എന്ന് തന്നെയാണ്, നരകത്തിലേക്കുള്ള വാതിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ അവ മോശമാക്കുകയുള്ളൂ, മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാമം, ക്രോധം, ലോഭം ഇവയൊക്കെ തന്നെയാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതുന്ന ജനങ്ങളുണ്ട്. അത്തരം ചിന്തകളുണ്ട്. അവയുമായിട്ടുള്ള ചേർച്ചയാണ് ദുസ്സംഗം. അവയിൽ നിന്ന് നാം പിന്മാറണം. അശാന്തരും മൂഢരും ദേഹമാണ് എല്ലാം എന്ന് കരുതുന്നവർ, ശോചനീയർ, അങ്ങനെയൊക്കെയുള്ള അസത്തുക്കളുമായിട്ട് ഒരിക്കലും സംഘം ചെയ്യാനായിട്ട് പാടില്ല. ദുർജനങ്ങളായിട്ടും അതുപോലെ ദുരാശയങ്ങളുമായിട്ടും സാധകൻ ഒരിക്കലും സംസർഗം ഉണ്ടാകരുത്. കാമം, ക്രോധം, മോഹം, സ്മൃതിനാശം, ബുദ്ധിനാശം, അതുപോലെ തന്നെ സർവനാശം ഇവയൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നതാണ് ദുസ്സംഗം. അതുകൊണ്ട് എല്ലാ തരത്തിലും അത് ഉപേക്ഷിക്കേണ്ടതാകുന്നു. നമുക്ക് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും വസ്തുവിനെ കാണുകയോ കേൾക്കുകയോ ഓർമ്മിക്കുകയോ ചെയ്യുമ്പോൾ അവയുടെ ഗുണങ്ങളെയൊക്കെ മനസ്സിലാക്കി അവ തനിക്ക് അനുഭവിക്കാൻ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കാമം. അങ്ങനെ ആ കാമത്തിന് തടസ്സം വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിക്ഷോഭമാണ് ക്രോധം. ഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ അഹിതബുദ്ധിയും അഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഹിതബുദ്ധിയുമാണ് മോഹം എന്ന് പറയുന്നത്. ശാസ്ത്രങ്ങൾ, അതുപോലെ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ, അതിൽ നിന്നുമൊക്കെ ലഭിച്ച കാര്യങ്ങളുടെ ആ സ്മൃതിയുടെ നാശമാണ് സ്മൃതിഭ്രംശം. കാര്യം, കാരണം, ഇങ്ങനെയൊക്കെയുള്ള വിവേകം അതുള്ളതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ബുദ്ധിനാശം. ഭഗവാന്റെ ഭക്തി ജനിക്കാനായിട്ട് സഹായിക്കുന്ന നല്ല ചിന്തകളുടെയും സത്സംഗത്തിൻ്റെയും ഒക്കെ നാശമാണ് സർവനാശം എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെയും ദുസ്സംഗത്തിൽ നിന്നും ഉണ്ടാകുന്നവയാണ്. അതിനാൽ എല്ലാ തരത്തിലും എല്ലാ പ്രകാരത്തിലും ദുസ്സംഗം വർജിക്കേണ്ടതാണ്. ഭഗവാൻ പറയുന്നുണ്ട്, വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവന് ഉണ്ടാകുന്ന സംഘം കാമം, ക്രോധം, സമോഹം, സ്മൃതി വിഭ്രമം, ബുദ്ധിനാശം, അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു സർവഥാ ഉണ്ടാകുന്നൊരു നാശം, ഇതൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷയങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് വിഷയങ്ങളിലേക്കാണ് ആസക്തമാകുന്നത്. എന്നാൽ ഭഗവാനെ സ്മരിക്കുന്നവൻ്റെ മനസ്സ്
ഭഗവാനിൽ ലയിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ധ്യാനം വെടിഞ്ഞിട്ട് മനസ്സ് നാം ഭഗവാനിൽ തന്നെ ഉറപ്പിക്കണം. സുഖകരമായിട്ടുള്ള ഏകാന്തതയിലിരുന്ന് ജാഗ്രതയോടുകൂടി ഭഗവാനെ ഭജിക്കുകയാണ് ആവശ്യം. ആ ഏകാന്ത ഭക്തിയെക്കുറിച്ചും ഒക്കെ ഗീതയിൽ ഭഗവാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാമക്രോധാദികൾക്കൊക്കെ കാരണമായതുകൊണ്ട് ദുസ്സംഗം സർവഥാ നാം ത്യജിക്കേണ്ടതാകുന്നു. രാമായണം എഴുതിയ തുളസീദാസ്ജി പറയും, കാമമുള്ളിടത്ത് രാമനില്ല, എന്നാൽ രാമനുള്ളിടത്ത് കാമവുമില്ല. അടുത്ത സൂത്രം, തരംഗായിത അപീമേ സംഗാത് സമുദ്രായന്തേ. ഈ കാമക്രോധാദികൾ ആരംഭത്തിൽ അലകൾ പോലെയാണ്, അല്പങ്ങളാണ്. എന്നാൽ ദുഷ്ടസംഗം കൊണ്ട് അവ സമുദ്രം പോലെ ദുസ്തരമായിത്തീരുന്നു. നമുക്കറിയാം, കാമം, ക്രോധം, ലോഭം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വാസനകളും ഇതൊക്കെയും ജന്മസിദ്ധമായിട്ട് തന്നെ എല്ലാ ജീവികളിലുമുണ്ട്. അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സാധനകൾ ചെയ്യുന്നത്. അങ്ങനെ ചിത്തവൃത്തി നിരോധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനകളിലും സത്സംഗത്തിലുമൊക്കെ ഏർപ്പെടേണ്ടതിന് പകരം ദുഷ്ടജനങ്ങളായിട്ടും ദുശ്ചിന്തകളായിട്ടുമൊക്കെ സംഘം ചെയ്യുന്ന മനസ്സിൻ്റെ ഗതി എന്ന് പറയുന്നത് അധോഗതി തന്നെയാണ്. ആദ്യം ചെറിയ ചെറിയ അലകൾ പോലെയാകും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ. അപ്പോൾ നമുക്കവയെ സത്സംഗം കൊണ്ട് ഒക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, വർദ്ധിക്കുന്നത് ദുസ്സംഗം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവ സമുദ്രം പോലെ അഗാധമാകുന്നു, വിസ്തൃതമാകുന്നു. പിന്നെ അതിനെ മറികടക്കാനായിട്ട് സാധ്യമല്ല, അത്രയ്ക്കും ദുസ്തരമായി മാറും. അതുകൊണ്ട് ദുസ്സംഗം സർവഥാ വർജിക്കേണ്ടതാണ് എന്ന് വീണ്ടും മഹർഷി പറയുകയാണ്. യോഗം കൊണ്ടും ധ്യാനം കൊണ്ടും സാധനകൾ കൊണ്ടുമൊക്കെ ദുസ്സംഗത്തെ, ദുശ്ചിന്തകളെ നിയന്ത്രിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി പറയുന്നത്, യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധമാണെന്ന്. ചിത്തത്തിലുണ്ടാകുന്ന വൃത്തികളുടെയൊക്കെ നിരോധം. ആദ്യം അവയെല്ലാം ഒരു ചെറിയ കല്ലെടുത്ത് ഒരു തടാകത്തിലിടുന്നത് പോലെ ഇട്ട് കഴിയുമ്പോൾ ഒരോളം ഉണ്ടാകുന്നു. ക്രമേണ ധാരാളം അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്നു. ഒരു ചെറിയ ചിന്തയുടെ വിത്ത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ മതി. പിന്നെ മനസ്സ് മുഴുവനും ധാരാളം പുറകെ ഒരുപാട് ചിന്തകൾ വരുന്നു. അങ്ങനെ നമ്മുടെ സ്വരൂപത്തെ തന്നെ അദൃശ്യമാക്കുന്നു. അങ്ങനെ ഭാഗവതത്തിലൊക്കെ പരാമർശങ്ങളുണ്ട്. കുറച്ചു നേരത്തെ ദുസ്സംഗം കൊണ്ട് തന്നെ വലിയ ക്ലേശങ്ങൾ അനുഭവിച്ച അജാമിളൻ്റെ കഥയും സൗഭരിയുടെ കഥയും ഒക്കെ തന്നെ. അപ്പോൾ മഹർഷി ഇവിടെ പറയുന്നത്, അല്പമായിട്ടുള്ള കാമാദിവാസനകളും ദുസ്സംഗം കൊണ്ട് ഭയങ്കര നമുക്ക് കടക്കാൻ പറ്റാത്തതുപോലെ ആകുന്ന, സമുദ്രം പോലെ ആകുന്ന ഈ ദുസ്സംഗം അതുകൊണ്ട് നമ്മളെ അതൊക്കെ ആപത്തിൽപ്പെടുത്തും. അതുകൊണ്ട് ആ ദുസ്സംഗമൊക്കെയും പാടേ വെടിയണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ സൂത്രത്തിൽ കൂടെ. 46-ാമത്തെ സൂത്രം, കസ്തരതി മായാം യ സംഗം ത്യജതി യോ മഹാനുഭാവം സേവതേ നിർമ്മമോ ഭവതി. അവിടെ ഒരു ചോദ്യം പോലെ തന്നെയാണ് മഹർഷി ചോദിക്കുന്നത്. ഏതൊരുവൻ മായയെ തരണം ചെയ്യുന്നു? അങ്ങനെ ഒരു ചോദ്യം. അതിൻ്റെ ശേഷം ഒരു ഉത്തരവും പറയുന്നുണ്ട്. അതായത് മായയെ ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, വിഷയാസക്തി വെടിഞ്ഞ് മഹാപുരുഷനെ ആശ്രയിച്ച് നിർമ്മമനായി തീർന്നവൻ ആരാണോ അവനാണ് ദുസ്തരമായിട്ടുള്ള മായയെ തരണം ചെയ്യുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈശ്വരനായിട്ടുള്ള തൻ്റെ ഗുണമയിയായിട്ടുള്ള ഈ മായയെ ജീവന് തരണം ചെയ്യാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ മായയ്ക്ക് അധീനപ്പെട്ടു പോയിട്ടുള്ള ഒരു ജീവന് മായയ്ക്ക് അധീശനായിട്ടുള്ള ഈശ്വരനെ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഉള്ള അത്രയും വളരെ ദുസ്തരമായിട്ടുള്ള ഈ മായയെ ആർക്കാണ് തരണം ചെയ്യാൻ കഴിയുക? അപ്പോൾ മായയെ ജയിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് സത്സംഗം കൂടിയേ തീരുള്ളൂ. അങ്ങനെ മായയുടെ ആ ഒരു കഷ്ടതയെ അല്ലെങ്കിൽ ദുസ്തരതയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും തരണം ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു ദൃഢതയെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒരേ ചോദ്യം തന്നെ കസ്തരതി മായാം എന്ന് മഹർഷി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഭഗവത്ഗീതയിൽ നമുക്ക് ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആരാണോ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നത്
അവർ ഈ മായയെ തരണം ചെയ്യുന്നു. അതായത് ഒരു സർവാത്മ സമർപ്പണം സാധിക്കണം. അത്രയും ഒരു ശരണാഗതി അവസ്ഥയിലേക്ക് നമുക്ക് വരണം. ബാക്കി ഉള്ള സംഘങ്ങളൊക്കെയും നാം ത്യജിക്കേണ്ടതുണ്ട്. അരുതാത്തതൊക്കെയും വേണ്ടെന്ന് വെക്കണം. അങ്ങനെ വന്ന് ഭഗവാനുമായിട്ട് ചേർന്നെങ്കിൽ മാത്രമേ ഈ മായയെ തരണം ചെയ്യാനായിട്ട് സാധിക്കൂ. അങ്ങനെ ദുസ്സംഗം വിട്ടുകഴിഞ്ഞാലും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മഹാപുരുഷന്മാരെ സേവ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള സിദ്ധപുരുഷന്മാരെയൊക്കെ നമുക്ക് സേവിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കാതിരിക്കുക. അത് യഥാർത്ഥത്തിലുള്ളവരാണെന്നും ഇന്നത്തെ കാലത്ത് തിരിച്ചറിയണം. അങ്ങനെയും കൂടിയുണ്ട്. അപ്പോൾ ഈ വലിയ ഒരു സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും ഒക്കെ കഷ്ടപ്പെടുന്നവർക്ക്, അങ്ങനെയുള്ള ഈ കടലിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് ഒരു ദൃഢമായിട്ടുള്ളൊരു വഞ്ചി പോലെയാണ് നല്ല ഗുരുക്കന്മാർ, അതുപോലെ സജ്ജനങ്ങൾ. എല്ലാവർക്കും സ്വന്തം ശരീരത്തിലും അതുപോലെ അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലുമാണ് മമതാബുദ്ധിയുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ വകയല്ല, അതെല്ലാം ഈശ്വരൻ്റെ തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ്റേതായിട്ടുള്ളൊരു വസ്തുവിനെ നമ്മുടേതെന്ന് നാം തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ബന്ധങ്ങളുണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെടിയണം എന്നുള്ളതാണ് ഈ ഒരു സംസാര സാഗരം കടക്കാനൊക്കെയുള്ള മാർഗം എന്ന് പറയുന്നത്. 47ാമത്തെ സൂത്രം: യോ വിവിക്തസ്ഥാനം സേവത്തെ യോ ലോകബന്ധമുന്മൂലയതി നിസ്ത്രൈഗുണ്യോ ഭവതി യോഗക്ഷേമം ത്യജതി. അതായത് സർവ ലൗകിക ബന്ധങ്ങളും വെടിഞ്ഞ് ഏകാന്തവും ശുദ്ധവുമായ സ്ഥാനത്തെ ആശ്രയിച്ച് സമ്പത്ത് സമ്പാദിക്കാനുള്ള ആശയും അതേപോലെ തന്നെ സമ്പത്തിനെ സമ്പാദിച്ചു വെച്ചതിനെ രക്ഷിക്കാനുള്ള വ്യഗ്രതയും വെടിഞ്ഞിട്ട് അതുപോലെ രാഗം, ദ്വേഷം തുടങ്ങിയ മോഹങ്ങളിൽ നിന്നും മുക്തനാകുന്നവൻ ആരാണോ അവനാണ് മായയെ തരണം ചെയ്യുന്നത്. അങ്ങനെ മായാമോചനത്തിന് ഉള്ള കാര്യങ്ങളൊക്കെയാണ് വീണ്ടും മഹർഷി ഇവിടെ പറഞ്ഞു തരുന്നത്. കുന്തിദേവി ഭഗവാനോട് പറയുന്നുണ്ട്, സ്വജനങ്ങളായിട്ടുള്ള പാണ്ഡവന്മാരോടും അതുപോലെ വൃഷ്ണിവംശത്തിലുള്ള എല്ലാവരോടും ഉള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഈ കയറ് ഭഗവാൻ ഒന്ന് അറുത്തു കൊടുക്കണം എന്ന്. അപ്പോൾ വിവിക്ത സ്ഥാനത്തെ ആശ്രയിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഏകാന്തമായിട്ട് എവിടെയെങ്കിലും നിർമ്മലമായിട്ടുള്ളൊരു സ്ഥലം, ഇപ്പം നദീതീരങ്ങൾ, അതേപോലെ ദേവാലയങ്ങളിലൊക്കെ മനസ്സിന് കുറച്ച് ശാന്തി തരാൻ പറ്റുന്ന അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം. അങ്ങനെയുള്ള സ്ഥാനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ചിത്തപ്രസാദനത്തിന് ഒക്കെ അനുകൂലമാണ്. ഭഗവാൻ പറയുന്നുണ്ട് ഇതൊക്കെയും. ജ്ഞാനലാഭത്തിന് വേണ്ട അനുഷ്ഠാനങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. വിവിക്ത ദേശ സേവിത്വം, അരതിർജന സംസതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പ്രാകൃതജനങ്ങളുടെ ആ ഒരു സംസർഗം വെടിഞ്ഞിട്ട് ഏകാന്തവും ശുദ്ധവുമായിട്ടുള്ള സ്ഥാനത്തെ ആശ്രയിക്കണം, അതാണ് പറയുന്നത്. അപ്പോൾ ഏകാന്തവും ശുദ്ധവും നിർഭയവുമായിട്ട് ഉള്ള ആ ഒരു സ്ഥാനത്തിരുന്ന് ഭഗവാനെ ധ്യാനിച്ച് ശുദ്ധചിത്തനായിട്ട് ആണ് ഒരാൾ ഭഗവാനെ ധ്യാനിക്കേണ്ടത്. രാഗവും ദ്വേഷവും മോഹവും ഒക്കെ തന്നെ ബന്ധങ്ങളാണ്. സത്വഗുണം നമ്മളെ സുഖത്തോട് ബന്ധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ നമുക്ക് ഗീത പഠനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും ഒക്കെ മോക്ഷത്തിനുമൊക്കെ തന്നെ കാരണം. ആ ഗുണാസക്തമായിട്ടുള്ള ചിത്തം ബന്ധനത്തിനും അതുപോലെ ഭഗവാനിൽ രമിക്കുന്ന ചിത്തം എന്ന് പറയുന്നത് മുക്തിക്കും കാരണമാകുന്നു. അനന്യ ഭക്തിയോടുകൂടി ഭഗവാൻ തന്നെയുള്ളൂ ആ ഒരു ആശ്രയം, ഒന്നില്ല എന്ന് തന്നെ വിചാരിച്ച് എല്ലാ തരത്തിലും ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഭഗവാൻ തന്നെ നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യോഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ സമ്പാദിക്കലാണ്. ക്ഷേമമെന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ സംരക്ഷണമാണ്. അങ്ങനെ ഭഗവാനെ സദാ ആശ്രയിക്കുന്നവരുടെ യോഗക്ഷേമ കാര്യങ്ങൾ ഭഗവാനാണ് വഹിക്കുന്നത്. നമ്മളാണിതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കർത്തൃത്വ ബോധത്തിൽ നിന്ന് നാം പുറത്തേക്ക് ഇറങ്ങി വരേണ്ടതാകുന്നു. പ്രാകൃതമരായിട്ടുള്ള ജനങ്ങളോട് സംസർഗം ഉപേക്ഷിച്ചിട്ട് ഏകാന്തത്തിലിരുന്ന് യോഗക്ഷേമ ചിന്തയൊക്കെ വെടിഞ്ഞ് അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് രാഗദ്വേഷ മോഹങ്ങളിൽ നിന്നുമൊക്കെ മുക്തനായിട്ടുള്ളവൻ
മായാസന്തരണത്തിന് സമർത്ഥനായിത്തീരുന്നു. 48 സൂത്രം. യഹ് കർമ്മഫലം ത്യജതി കർമാണി സന്യസ്യതി തതോ നിർദ്വന്ദ്വോ ഭവതി. യാതൊരുവനാണോ സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുകയും സ്വാർത്ഥകർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയും അങ്ങനെ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾക്കൊക്കെയും അതീതനാവുകയും ചെയ്യുന്നത്, അവൻ മായയെ തരണം ചെയ്യുന്നു. അപ്പോൾ സർവബന്ധങ്ങളും വെടിഞ്ഞ് ഏകാന്തത്തിൽ ഇരുന്ന് യോഗക്ഷേമ ചിന്തയൊക്കെയും വിട്ട് ഗുണാതീതനായി തീരണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സാധിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സകാമമായിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള എല്ലാ കർമ്മങ്ങളും അതിലുള്ള ഫലത്തിലുള്ള അതിൻ്റെയൊക്കെ ഫലത്തിലുള്ള ആഗ്രഹം നാം ഉപേക്ഷിക്കണം. ഫലാസക്തി തുടർന്നു പോയി കഴിഞ്ഞാൽ പുണ്യവും പാപവും അതിലുണ്ടാകും. സംസാരത്തിൽ നാം ഇങ്ങനെ ഉഴറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചില കർമ്മങ്ങളുടെ ഫലം മാത്രമല്ല, കർമ്മം തന്നെ വെടിയേണ്ടതായിട്ടുണ്ട്. സ്വാർത്ഥ കർമ്മങ്ങളൊക്കെ തന്നെ വെടിയുക. നിഷ്കാമമായിട്ടുള്ള നിസ്വാർത്ഥ കർമ്മങ്ങളുടെ ഫലം ഈശ്വരനും സമർപ്പിക്കുക. അപ്പോൾ സന്യസ്യതി എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ത്യജിക്കുക, സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാർത്ഥമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നാം ത്യജിക്കണം. എന്നാൽ നിഷ്കാമമായിട്ടുള്ള ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുകയാണ്. അതാണ് നിഷ്കാമം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ നിസ്വാർത്ഥമായിട്ടുള്ള ആ കർമ്മങ്ങളുടെ ഫലം ഈശ്വരന് സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ കർമ്മങ്ങളുടെ ജയമോ പരാജയമോ അങ്ങനെയൊക്കെ ഫലത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ജയവും പരാജയവും ഒക്കെ ഏർപ്പെട്ടാൽ സന്തോഷവും, അതുപോലെ തന്നെ പരാജയം വരുമ്പോൾ വളരെയധികം ദുഃഖവും ഒക്കെ ബാധിക്കുക. എന്നാൽ ഇതൊന്നുമില്ലാതെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോവുക, അതിൻ്റെ ഫലത്തെ പ്രതീക്ഷിക്കാതിരിക്കുക. അത് പുണ്യമായാലും പാപമായാലും എന്തായാലും ഭഗവാനിൽ തന്നെ സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ നാം ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് തീരുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഏകാന്ത ഭജനം വളരെയധികം എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സൂത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സകാമകർമ്മം വെടിയുകയും അതേപോലെ നിഷ്കാമകർമ്മങ്ങളുടെ ഫലം ഈശ്വരന് സമർപ്പിക്കുകയും ചെയ്തിട്ട് ജയപരാജയങ്ങൾ കൊണ്ടുള്ള ആ സുഖദുഃഖങ്ങൾക്കുമൊക്കെ അതീതനായിട്ട് ഏകാന്ത ഭജനം ചെയ്യുക. ആ വഴിക്ക് നമ്മൾ മായാമുക്തനാകാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത 49 സൂത്രം. യോ വേദാനപി സന്യസ്യതി കേവലം അവിച്ഛിന്നാനുരാഗം ലഭതേ. അപ്പോൾ ഏതൊരുവനാണോ വേദങ്ങളിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെപ്പോലും ത്യജിക്കുകയും ഭഗവാനിൽ നിരന്തരമായിട്ട് അനുരാഗം നേടുകയും ചെയ്യുന്നത്, അവൻ മായയെ തരണം ചെയ്യുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു ഭഗവത് പ്രേമം, അങ്ങനെ ആ ഒരു ഭഗവത് പ്രേമം ലഭിച്ച ഒരാളിൽ നിന്ന് കർമ്മങ്ങളൊക്കെയും കൊഴിഞ്ഞു പോകും. അധികാരികളെ ഉദ്ദേശിച്ച് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് വൈദിക കർമ്മങ്ങൾ. സകാമനെ നിഷ്കാമനാക്കും, അതുപോലെ നിഷ്കാമനെ ആത്മനിഷ്ഠനാക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഓരോ കർമ്മങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ സംസാരമോചനം ആഗ്രഹിക്കുന്നവൻ കാമപ്രേരിതമായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ വെടിയണം. കാരണം ഒരു നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തോണിയുടെ ആവശ്യമില്ല. അങ്ങനെ മനസ്സ് നിരന്തരമായിട്ട് ഈശ്വരനിൽ ഉറച്ചു കഴിഞ്ഞാൽ സംസാരമോചനം നേടി എന്നുള്ളത് തന്നെയാണ്. ഭഗവാന്റെ ലീലകളൊക്കെ ശ്രവിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അന്തര്യാമിയായിട്ടുള്ള, അതുപോലെ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനിലേക്ക്, ഗംഗാനദി എപ്രകാരമാണോ സമുദ്രത്തിലേക്ക് ഒരു തടസ്സവും കൂടാതെ ഒഴുകിപ്പോകുന്നത്, അങ്ങനെ നമ്മുടെ മനസ്സും ഭഗവാനിലേക്ക് പ്രവഹിക്കും. അതാണ് നിർഗുണ ഭക്തിയുടെ ലക്ഷണം എന്ന് കപിലമുനി തൻ്റെ അമ്മയായിട്ടുള്ള ദേവാഹുതിക്ക് നൽകുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വേദവിഹിതങ്ങളായിട്ടുള്ള കാമ്യകർമ്മങ്ങളെയൊക്കെയും വെടിഞ്ഞിട്ട് നിഷ്കാമകർമ്മങ്ങളുടെ ഫലമൊക്കെയും ഈശ്വരന് സമർപ്പിക്കുകയും അതുപോലെ മനസ്സ് നിരന്തരം ഈശ്വരനിൽ നിലനിർത്തുകയും ചെയ്യുന്നവനാണ് മായയെ തരണം ചെയ്യുന്നതെന്ന് മഹർഷി ഈ കഴിഞ്ഞ സൂത്രത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരികയാണ്. 50 സൂത്രം. സതരതി സതരതി സ ലോകാംസ്താരേതി. അവൻ മായയെ തരണം ചെയ്യുന്നു, അവൻ തരണം ചെയ്യുന്നു, അവൻ മറ്റുള്ളവരെ മായയ്ക്കക്കരെ കടത്തുകയും ചെയ്യുന്നു. അതാണ്. അപ്പോൾ ആരാണോ മായയ്ക്ക് അതീതനായത്, മായയെ തരണം ചെയ്തത്, ആരാണോ മായയെ തരണം ചെയ്തത് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ വേറെ ആൾക്കാരെയും കൂടെ
അപ്പുറത്തെത്തിക്കാനായിട്ട്, ആ മായയെ തരണം ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ഒരു അധ്യായത്തിൻ്റെ പ്രതിപാദ്യം തന്നെ ഭക്തി സാധനകളാണ്. അപ്പോൾ പല ആചാര്യന്മാരും പല സാധനങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ വിഷയവൈരാഗ്യം, നിരന്തരമായിട്ടുള്ള ഈശ്വര ഭജനമാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യം തന്നെയും. ഭഗവാന്റെ മഹിമ അതൊക്കെ ശ്രവണം ചെയ്യുക, കീർത്തനം ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് സത്സംഗമുണ്ടാകുന്നു. സത്സംഗം അതേപോലെ ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുന്നു. അതിനൊക്കെ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ദുസ്സംഗം ത്യജിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദുസ്സംഗമൊക്കെ വെടിഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ബന്ധങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് ഏകാന്ത ഭജനം ചെയ്ത് കാമ്യകർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിഷ്കാമ കർമ്മഫലങ്ങളെയൊക്കെ ഈശ്വരന് സമർപ്പിച്ച് ബാക്കി എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് നിരന്തരം ഈശ്വര ചിന്തയിലും അതേപോലെ ഈശ്വരപരങ്ങളായിട്ടുള്ള കർമ്മങ്ങളിലും ആരാണോ ഏർപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരാൾ ഈ ദുസ്തരമായിട്ടുള്ള മായയെ തരണം ചെയ്യുന്നു. അങ്ങനെ നിരന്തരം ഈശ്വരചിന്ത ചെയ്യുന്നവൻ മാത്രമേ തരണം ചെയ്യുന്നുള്ളൂ. ആ ഒരു ആൾ സ്വയം അത് തരണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവരെ തരണം ചെയ്യുവാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ മഹിമകളുടെ ശ്രവണ കീർത്തനാദികളുമായിട്ടുള്ള ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങളൊക്കെ നിരന്തരം കേൾക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്നും ആ ഒരു രസം അനുഭവിച്ചാൽ ഭക്തി അനുഭവപ്പെടും. അങ്ങനെ ശ്രീനാരായണനെ എല്ലാ തരത്തിലും സർവാത്മന ശരണം പ്രാപിച്ചാൽ ദുസ്തരമായിട്ടുള്ള മായയെ ക്ലേശം കൂടാതെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നിരന്തരം ഈശ്വരചിന്ത ചെയ്യുന്നവൻ ആ ആൾക്ക് മായാമോചനം സാധിക്കുന്നു. ഭഗവാൻ പറയുന്നതാണ്, തൻ്റെ ഭക്തൻ ലോകത്തെ പരിശുദ്ധമാക്കുന്നു. അപ്പം അത്രയും മഹാത്മ്യമാണ് ഭക്തന്മാർക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നത്. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.